പ്രതീക്ഷയോടെ തുടങ്ങിയ വേനൽ അവധി. കോട്ടയം ജില്ലയിലെ ഒരു ചെറിയ പട്ടണത്തിൽ വലിയൊരു പണ്ടത്തെ വംശീക വീട് കനിഞ്ഞു നിന്നു. 4 നിലകൾ, പഴയ ചുങ്കത്തുള്ള വാതിലുകൾ, കൊട്ടാരപോലുള്ള പരമ്പര, മറഞ്ഞുപോയ പൂന്തോട്ടങ്ങൾ. ഈ വീട് അറിഞ്ഞിരുന്നത് 7 സുഹൃത്തുക്കൾ, 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾ, അവധി ആഘോഷിക്കാൻ. സുഹൃത്തുക്കൾ: അരുൺ, മീര, റിയ, വിക്രം, അനിൽ, ശിൽപ, രാഹുൽ. സഹൃദയങ്ങൾ വീട് കണ്ടപ്പോഴേക്കും അവരെ ഭീതിയും കൗതുകവും ചേർന്നു കൊണ്ടുപിടിച്ചു. വാതിൽ തുറന്നാൽ ഒരു പഴയ ശാന്തി, പക്ഷേ ഇരട്ട ഭാവം. ഭീതി അല്പം, ആകർഷണം അല്പം. ഇവിടെ ഞങ്ങൾക്കൊരു വലിയ വേനൽ അവധി ഉണ്ടാകും, രാഹുൽ പറഞ്ഞു ചിരിച്ച്. നമുക്ക് ആദ്യ രാത്രി കളിക്കാം. ശിൽപ ചിരിക്കുകയായിരുന്നു. അതുപോലെയായിരുന്നു. വീട് വലുതായിരുന്നു. പഴയ മുറികൾ, ചില പടികൾ തകരാറിലായിരിക്കുന്നു. അല്പം അകത്തേക്ക് ചാടിയാൽ ലോക്കുള്ള മുറികൾ, കുത്തിത്തിട്ട പഴയ വസ്തുക്കൾ, അല്പം അലോസരവും. രാവിലെ അയൽക്കാരൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഈ വീടിന് പഴയ കഥകളുണ്ട്. കഴിഞ്ഞ 10ാം വയസ്സിൽ 3 പേർ ഇവിടെ ദുരന്തം കണ്ടു. അരുൺ ഭീതിയില്ലാതെ ചിന്തിച്ചു. ഇതെല്ലാം പഴയ കഥകൾ മാത്രം. പക്ഷേ മനസ്സിലൊരു ചെറിയ തണുപ്പ്. മഴ പെയ്യുന്ന ആദ്യ രാത്രി കുട്ടികൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ തീരുമാനിച്ചു. വിക്രം, അനിൽ, റിയ, ശിൽപ, മീര, രാഹുൽ, അരുൺ മുഴുവനും കൂട്ടായി. അരുൺ ഒളിക്കണം, നാം അവനെ കണ്ടെത്തും, രാഹുൽ പറഞ്ഞു. ശരി, അരുൺ ചിരിച്ചു. ടോർച്ച് എടുത്ത് മുറിയിലേക്ക് ഓടി. വളരെ വലുത്, ചിലപ്പോൾ മുറികൾക്ക് കോണുകൾക്ക് പിറകിലേക്ക് ഓടി. മറ്റുള്ളവർ അരുൺ തേടുന്നു. ശബ്ദങ്ങൾ, ചിരികൾ, തുറന്ന വാതിലുകൾ, ചുളിവുള്ള മരങ്ങൾ, ചെറിയ പൊടിക്കന്നികൾ. പക്ഷേ ചില മുറികളിൽ ഒളിഞ്ഞുപോയപ്പോൾ ആദ്യത്തെ ശബ്ദം കേൾക്കുന്നു. ഡുക്ക് ഡുക്ക്. അരുൺ ഓടി മാറിയാൽ ഒരു കാറ്റും വാതിലും സ്വയം അടയ്ക്കപ്പെടുന്നു. വളരെ ഭീതിയോടെ അവൻ ടോർച്ച് വെളിച്ചത്തിൽ നോക്കി. പിന്നിൽ ആരും ഇല്ല. അടുത്ത സമയം വീട് മുഴുവനും ശബ്ദങ്ങൾ, പൊടികൾ, വാതിലുകൾ അടയ്ക്കൽ. പിന്നീട് ശിൽപ അപ്രത്യക്ഷമായി. ശിൽപ എവിടെ? മീര ഉച്ചത്തിൽ വിളിച്ചു. ഞാൻ കണ്ടില്ല, രാഹുൽ മറുപടി. വീടിന്റെ എല്ലാ മുറികളും പരിശോധിച്ചു. ഒരു പല കോണുകളിൽ പഴയ വസ്തുക്കൾ ചിതറിയിരിക്കുന്നു. ശിൽപയുടെ ട്രെയിനിന്റെ ഫാഷൻ ബാഗ് മാത്രം കണ്ടെത്തി. രാവിലെ കുട്ടികൾ ഓർമ്മിച്ചു, വീട്ടിൽ മുറിയിൽ നിന്ന് ശബ്ദങ്ങൾക്കൊപ്പം ഒളിച്ചുപോയ ദിശകൾ മാത്രം. പഴയ മുറികളിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഏതോ വാതിൽ സ്വയം അടഞ്ഞു. രാവിലെ അനുഭവങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ കുട്ടികളിൽ ഭയം, സംശയം, കുറ്റബോധം. വിക്രം: ഇത് വെറും കളി, ഭയപ്പെടേണ്ട. അനിൽ: എന്തോ ശരിക്കും സംഭവിച്ചു. ഞങ്ങൾ ഇതെന്താ കണ്ടത്? അരുൺ: നമ്മളൊന്നും കണ്ടിട്ടില്ല, പക്ഷേ അവളുടെ അഭാവം. ചിലപ്പോൾ കാണുന്നത് പോലെ. ഈ ഭയം കൂട്ടത്തിലൂടെ പടർന്നുപോകുന്നു. ഒരു സൂക്ഷ്മ സംഘർഷം, ദുഃഖം, വിശ്വാസത്തിന്റെ തകർച്ച. മറ്റുള്ളവർ ശിൽപയെ തേടിയപ്പോൾ അരുണ് ചുളിവുള്ള പഴയ പടികളിലൂടെ ഇറങ്ങി അപകടത്തിൽപ്പെട്ടു. അവർ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ അരുൺ താഴേക്ക് വീണു, നിലത്ത് അറിഞ്ഞുപോയ അവസ്ഥ. അരുൺ! റിയ ചീറ്റി. പക്ഷേ അയൽമുറിയിൽ മറ്റാരു ശബ്ദം. ഡുക്ക് ഡുക്ക്. അത് ശിൽപയോ അരുൺവയോ ആണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല. കൂടാതെ വീടിന്റെ പഴയ ഭാഗങ്ങളിൽ അപകടം, വീഴ്ച, ഒളിച്ചുവെച്ച കേടുകൾ, മുന്നറിയിപ്പ് പോലെ. അരുൺ ചാലിച്ചിരുന്നില്ല, പക്ഷേ മറ്റുള്ളവർ ഭയം നിറഞ്ഞു. രാവിലെ ഒരു ധിദ്ധ മരിച്ചുപോയതായി കണ്ടെത്തുന്നു. അരുൺ ഭാഗികമായി പരിക്ക്, ശിൽപ അന്ത്യം. 6 പേര് രക്ഷപ്പെട്ടു, പക്ഷേ തകർന്ന മനസ്സുകൾ, ദുരന്തങ്ങൾ. വീട് പഴയ രഹസ്യങ്ങൾ കൊണ്ട് ശൂന്യമായി.